Delicioso. സൂപ്പർ. നന്നായിട്ടുണ്ടമ്മോ. സൂപ്പറാണല്ലോ ഞാൻ, കൊള്ളാലോ ഞാൻ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും മധ്യമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. എന്നിട്ട് ഞാൻ മലേഷ്യ പോയതിന്റെ കുറച്ച് വീഡിയോസ് ഇടാന്ന് വിചാരിച്ചപ്പോ എന്താ, ഒരു മനുഷ്യ കുട്ടിക്ക് അത് കാണണ്ട, ഒരു വ്യൂ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എൻ്റെ ഒരു ദിവസം മൊത്തം എഡിറ്റിങ്ങിൽ ഇരുന്നിട്ട് കളയണ് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ മലേഷ്യൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ആർക്കും കാണണ്ട. പിന്നെ ഞാൻ എന്തിനാ മെനക്കെടണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്നാ ഓക്കെ, എന്നാ ഞാൻ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിലൊരു കൂട്ടാനാണ് കേട്ടോ, എന്തിനും നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ ദോശയ്ക്കാണെങ്കിലും വെള്ളയപ്പാണെങ്കിലും ഇടിയപ്പാണെങ്കിലും പൂരി ചപ്പാത്തി എന്തിനും നമുക്ക് യൂസ് ചെയ്യാൻ മീൻസ് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണ് നിൽക്കണത് എന്നുള്ളത്. കൂട്ടാനിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഇല്ലത്തെ അടുക്കള ഒന്ന് പൊളിച്ച് പണിതിട്ടുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങൾക്കത് കാണിച്ച് തന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ദിവസം അതിൻ്റെ ഒരു ഹോം ടൂർ അല്ല, സോറി, കിച്ചൺ ടൂർ എന്നുള്ള മാതിരി ഒരെണ്ണം ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡിന്നറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, 2 ഉരുളൻകിഴങ്ങ്, 2 ഉള്ളി, പച്ചമുളക്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമുക്ക് ആദ്യം ഇതൊന്ന് കുക്കറിലിട്ട് അരിഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ കഷ്ണം നുറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിക്കാം. ഞാൻ എങ്ങനെയാ കൂട്ടാൻ കഷ്ണം വേവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലേക്ക് അങ്ങനെ കഷ്ണം ഇടാറില്ല. ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇടും. എന്നിട്ട് കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. അപ്പൊ എന്താ ഗുണം, എന്താ പറയാ, കുക്കറിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം പോവില്ല. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴുകാൻ ഇഷ്ടമല്ല. അതാണ് മെയിൻ റീസൺ. വല്ലാത്തൊരു തലവേദന അത്. അപ്പൊ എന്തായാലും നമ്മളുടെ കൂട്ടാന്റെ കഷ്ണം റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം. അപ്പൊ നമ്മളിതിലേക്ക് പാത്രത്തിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കേ. കുറച്ച് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാ നമ്മളിട്ട്, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, കുക്കറിൽ ഞാൻ ഓൾറെഡി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം. ഓക്കെ. അപ്പൊ നമ്മളിത് കുക്കർ വെച്ചു, അടപ്പ് വെച്ചു. ഇനി ഇതിന്റെ വിസിൽ
നമുക്ക് ചീനച്ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറക്കാനുണ്ട്. നമ്മള് വറക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തില്ലാന്ന്, നമ്മളുടെ കരുവേപ്പിൻ്റെ ഇല ഇല്ല. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഒരു കരുവേപ്പിൻ്റെ ഇല, കുറച്ച് കരുവേപ്പിൻ്റെ ഇല പറിച്ചിട്ട് വരാം കേട്ടോ. രാത്രിയായി, അവിടെ നിറച്ച് ഇരുട്ടായിരിക്കും. കുരിട്ട് ചെരുപ്പൊന്ന് മാറ്റട്ടെ, അതിൽ മണ്ണാവോ ഇതൊക്കെ. അതാണ് പട്ടിയൊന്നുമില്ലിരിക്കാം. ഇപ്പം എന്നെ കണ്ടൂരെ, ഇത്ര നേരം കുരിട്ടായിരുന്നു. സോറി ഗൈസ്, ഇവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പതാ നമുക്ക് വീടിൻ്റെ മുറത്തല്ല, സോറി ബാക്ക് സൈഡിലായിട്ട് കാണാണ്ടോ, എവിടെ ഇതുപോലെ കുറേ ചെടികളുണ്ട്, കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട്, വലിയ വലിയ ചെടികൾ മരമായിട്ട് വന്നതായിരുന്നു കേട്ടോ. അത് നമ്മൾ മുറിച്ചങ്ങോട്ട് കളഞ്ഞു. അപ്പം നമുക്കിതൊന്ന് കുറച്ച് പൊട്ടിക്കാം, നാളത്തേക്കൊക്കെ ഉള്ളത് അങ്ങോട്ട് പൊട്ടിക്കാം. ഓക്കെ, മതി. ഇനി വേണച്ചാൽ നമുക്ക് പിന്നെ വന്ന് പൊട്ടിക്കാം. അപ്പം നമ്മുടെ കരിവേപ്പിൻ്റെ ഇല ആയിട്ടുണ്ട്. അപ്പോഴത്തെ വർത്താനം പറയുന്നത് ഇവിടെ. അയ്യോ, കരിവീപ്പിൻ്റെ ഇല അല്ലടാ, തെറ്റി. കറിവേപ്പ്, കറി. അങ്ങനെ നമ്മൾ വീട് പൂട്ടി. ഇവിടെ ഞാനും അപ്പുട്ടനും മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ വീട്ടിൽ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആരുമില്ല ഗൈസ്, ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ടുള്ള കൂട്ടാൻ വെപ്പാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ അവര് കഴിക്കാൻ വരും, കുറച്ച് കഴിഞ്ഞാൽ അവര് വരും. അപ്പുട്ടന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആരുടെയാ? യെസ്, നന്ദുവിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അപ്പുട്ടനെ. അപ്പൊ നമുക്ക് ബാക്കി കൂട്ടാൻ പണിയൊക്കെ കിടക്കാം. ഓക്കെ, നമ്മുടെ ചീനച്ചട്ടി ചൂടായി കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പുട്ട, കുടിച്ച ജ്യൂസിന്റെ ഗ്ലാസ് കഴുകി വെക്കൂ. അപ്പൊ നമ്മളുടെ എണ്ണ ചൂടായിട്ട് അപ്പൊ നമ്മളിത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണേ. ഒരു തുള്ളിയേ ഉള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തു, താഴ്ത്തി വെക്കാം. ഇതിലേക്ക് നമ്മള് കുറച്ച് പെരിഞ്ജീരകം, ഓക്കെ, പെരിഞ്ജീരകം നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇതാണ് ഈ കൂട്ടാന്റെ ടേസ്റ്റ് കേട്ടോ. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് കരിവേപ്പിൻ്റെ ഇല, അപ്പോൾ 2 കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് തരൂ. ഒരു തണ്ട അങ്ങനെ എടുത്തോ. ഓ 2 എന്ന് പറഞ്ഞ കറക്റ്റ് 2 എണ്ണല്ല, 4 എണ്ണം എടുക്കാം. അങ്ങോട്ട് 4 എണ്ണം തരൂ. അപ്പൊ അതൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം തരൂ. പൊക്കോ. അങ്ങനെ നമ്മള് ഇനി നമുക്ക് അടുത്തത് ഇടാൻ പോകുന്നത് നമുക്ക് നാളികേരാണ് കേട്ടോ. നാളികേരം നമുക്ക് ഒരു പിടി നാളികേരം മതി. കുറച്ച് നാളികേരം കഴിഞ്ഞു. പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കേട്ടോ, മതി. അത് ഇളക്കിക്കോളാം. ഇനി അതൊന്ന് നമുക്ക് മൂക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അരപ്പ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് ചൂടാറാൻ വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം.
ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി മതി കേട്ടോ. ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. അത് കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നിട്ട് അങ്ങോട്ട് പൊട്ടട്ടെ കേട്ടോ. അപ്പൊ ദാ നമ്മളുടെ ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അത് ചേർക്കാം. അപ്പൊ നമ്മളുടെ കൂട്ടാൻ നമ്മള് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇത് നന്നായിട്ട് തിളയ്ക്കണ ഈ നേരത്ത് നമ്മളുടെ അരപ്പില്ലേ, നമ്മൾ അരച്ചു വെച്ചത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മിക്സിയുടെ ജാർ ഒന്ന് ഈ വെള്ളം കൂട്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് മോറിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതവിടെ കിടന്ന് തിളയ്ക്കും. ഇനി നല്ലോണം അതോടെ കിടന്ന് അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. Delicioso. ഒന്നുകൂടി പറയൂ. Delicioso. ഇഷ്ടമായാ? സൂപ്പർ. എന്തെങ്കിലും കുറവ്? ഒരു കുറവില്ല. നന്നായിട്ടുണ്ടമ്മോ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് അത് ഞാൻ നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായി. ഇനി ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. അടിപൊളി. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു കൂട്ടാൻ്റെ സ്വാദുണ്ട് കേട്ടോ. സൂപ്പറാണല്ലോ. കൊള്ളാലോ ഞാൻ. അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ബൈ.